ശ്രീറാം വെങ്കിട്ടരാമന് തിരിച്ചടി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നരഹത്യാ കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ശ്രീറാം മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചുവെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചു. വഫ ഫിറോസിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. BBC-ക്കെതിരെ ED കേസ്. നടപടി വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2 ജീവനക്കാരോട് ഹാജരാകാൻ ED-യുടെ നിർദ്ദേശം. താമരശ്ശേരിയിൽ തട്ടിക്കൊണ്ടുപോയ പ്രവാസിയുടെ വീഡിയോ സന്ദേശം കേരള വിഷൻ ന്യൂസിന്. 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. പുറത്തുവന്നത് തടങ്കലിൽ പകർത്തിയ ഷാഫിയുടെ ദൃശ്യങ്ങൾ. പിന്നിൽ സ്വർണ്ണക്കടത്തെന്ന് വ്യക്തം. തിരുവനന്തപുരം നഗരത്തിൽ യുവാവിന് ഗുണ്ട ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്തു. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ വാദം തുടരുന്നു. പരിഗണിക്കുന്നത് രാഹുൽ സമർപ്പിച്ച അപ്പീൽ. ശിക്ഷയിലെ സ്റ്റേ തുടരണമെന്ന് രാഹുൽ. ബംഗളൂരു സ്ഫോടന കേസിൽ 2 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് കർണാടക. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി മദനി സമർപ്പിച്ച ഹർജിയിൽ വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി സുപ്രീം കോടതി. IPL-ൽ ഇന്ന് പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 പഞ്ചാബിന്റെ തട്ടകത്തിൽ.